അപ്പോൾ ഇന്ന് ഞാൻ സൺഡേ ആയത് കാരണം ഇവിടെ നിന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. ഞാൻ സ്റ്റൗ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു മുട്ട റോസ്റ്റ്. അപ്പം വെൽക്കം ടു മാജിക് പിക്സൽ. ഞാൻ ആദിത്യ ജയരാജ്. പിന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജില്ലേ ഒന്ന് ഫോളോയും ചെയ്യണം, പിന്നെ ലൈക്കും ചെയ്യണം. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം, പിന്നെ ബെല്ലൈക്കൺ ഇനബിളും ചെയ്യണം, പിന്നെ കമൻറ്റ് ഇടുകയും വേണം. അപ്പം മുട്ട റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഒരു കാര്യം പറയുന്നത്, ഞാൻ ഇപ്പം വന്നിരിക്കുന്ന ഒരു ഡാമിലാണ്. പണ്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പം മുട്ട റോസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ വരൂ. അപ്പം ഞാൻ മുട്ട ഒന്ന് പൊളിച്ചെടുക്കട്ടെ. വീട്ടിൽ നിന്ന് മുട്ട പുഴുങ്ങിക്കൊണ്ട് വന്നത്. ഇപ്പം ഞായറാഴ്ച ആയതാണ്, ചേട്ടന്മാരൊക്കെ അവിടെ ഇപ്പുണ്ട്. അപ്പം ഞാൻ പൊട്ടിച്ചെടുക്കട്ടെ. ഈ മുട്ട പൊട്ടിക്കുക. വീട്ടിൽ നിന്ന് പുഴുങ്ങിക്കൊണ്ട് വന്ന മുട്ട ഞാൻ ഒന്ന് പൊളിച്ചെടുക്കട്ടെ. അപ്പം നിങ്ങൾ പോയി ഡാമിലെ കാഴ്ച ഒന്ന് കണ്ടിട്ടോ. അപ്പം ഞാൻ മുട്ട സ്റ്റൗ ഒക്കെ കത്തിച്ച് പാനൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് എണ്ണ വയ്ക്കാം. എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ മതി. ഇങ്ങോട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഇത് ഇടുക, പൊടി തൂത്തിടുക. എല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ മുട്ട ഇടാം. നമ്മൾ ശരിക്കുള്ള സാധനം മുട്ട ഇട്ടു. 2 3 4 നമ്മൾ ഇട്ടു. ഇളക്കി കൊടുക്കാം. നല്ല ഇളക്കി കൊടുക്കണം. ഓഹോ. അപ്പം ഞാൻ കാശ്മീരി ചില്ലി പിന്നെ മഞ്ഞപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. നമ്മുടെ സാധനമായി വരുന്നുണ്ട്. അപ്പോൾ ഒത്തിരി അങ്ങ് ഫ്രൈ ആവണ്ട, ഇച്ചിരി ഫ്രൈ ആയാൽ മതി. നമ്മുടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ഒന്ന് കോരി മാറ്റാം. മുട്ട എടുത്ത് മാറ്റി ഇനി നമുക്ക് ഉള്ളി വഴറ്റാം. ഞാൻ വീട്ടിൽ നിന്ന് ഉള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടാണ് വന്നത്. നമുക്ക് വഴറ്റെടുക്കാം. നല്ലൊരു ബ്രൗൺ കളറാവണം. എണ്ണ ഒഴിച്ചിട്ടാ ഉള്ളി വഴറ്റിയെടുത്ത് നമുക്ക് ഇച്ചിരി കല്ലുപ്പിട്ട് കൊടുക്കാം. ഇച്ചിരി നേരം എടുക്കും. ഇത് നല്ല ബ്രൗൺ ആണ്. അപ്പം ഞാനൊന്ന് വഴറ്റിയെടുക്കട്ടെ. ഇപ്പം നമ്മൾ വഴറ്റിയെടുക്കുകയാണ്. നല്ല ബ്രൗൺ ആയി വരണം. ഇരുന്നിരുന്ന് എൻ്റെ കാല് ഞാൻ ഒന്ന് എണ്ണിക്കട്ടെ. നേരത്തെ നമ്മളിവിടെ വീഡിയോ ചെയ്യാൻ വന്നത്, അന്ന് ഇവിടെ നല്ല വെള്ളവും അല്ലായിരുന്നു. ഇപ്പം വന്നപ്പോൾ എല്ലാം ഉണങ്ങി പറഞ്ഞ് കിടക്കുക. അവിടെ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മഴക്കാലത്തില്ലേ ഇവിടുത്തെ ചേട്ടന്മാരെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് സാധനമാണ്. ഇപ്പോൾ ഉള്ളി നമ്മുടെ ഗോൾഡൻ ബ്രൗൺ ആയി. ഇത് കണ്ടുള്ളൂ, നല്ല ഡാർക്ക് ബ്രൗൺ ആവണം.
നമ്മുടെ ഉള്ളി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പച്ചരിപ്പുണ്ട്. നമ്മൾ ഇങ്ങനെ കൈ കൊണ്ടങ്ങ് നൈസായിട്ടങ്ങ് കോരി ഇടുക. നമുക്ക് വെക്കാം. ഇപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി കുരുമുളക് കിട്ടുക. കുരുമുളക് പൊടിയല്ല, കുരുമുളക് കാട്ടുന്നത് നമ്മൾ ഇടുകയാണ്. ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറട്ടെ. അത്ര നേരം ഞാൻ ഒന്ന് ഇളക്കട്ടെ. ഇനി നമുക്ക് ഇച്ചിരി വെള്ളം ചേർക്കാം. വെള്ളം നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നേരത്തെ പറഞ്ഞില്ല, ഇതാണ് നമ്മുടെ ചേട്ടന്മാര് മീൻ പിടിക്കാൻ വെച്ച്. നമ്മുടെ കറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതണ്ട നല്ല സെറ്റപ്പായിട്ട് വെച്ചിട്ടുണ്ട്. കല്ലൊക്കെ സെറ്റ് ചെയ്ത് തടിയൊക്കെ വെച്ച് കമ്പൊക്കെ വെച്ച് ഇത് നല്ല സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. മഴ സമയമാകുമ്പോൾ ഇതിൽ മീൻ വരും. വെള്ളമെല്ലാം ആകപ്പാടെ തന്നെ കിടക്കുവാണ്. ഇതുണ്ട്, ഫുള്ള് തന്നെ കിടക്കുവാണ്. അപ്പം നമ്മുടെ കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് ഇളക്കാം. എന്താ കമ്പ് ഇളക്കാം. ഇനി നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാമല്ലോ. മുട്ട ലാസ്റ്റ് ഇട്ട് കഴിഞ്ഞു. നമുക്ക് ഇളക്കിയിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് അടച്ച് നമുക്കൊന്ന് 5 മിനിറ്റ് ഒന്ന് വേഗം വെക്കാം. നമ്മുടെ സാധനം ആവിക്കൊണ്ടിരിക്കുക. നമ്മൾ കട്ട വെയിറ്റിങ്ങിലാണ്. നമ്മൾ ഇതിൻ്റെ കൂടെ തിന്നാൻ ഇച്ചിരി പാവും മേടിച്ചിട്ടുണ്ട്. കട്ട വെയിറ്റിങ്ങിലാണ് നമ്മളിപ്പം. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി പഞ്ചസാരയും കൂടെ സ്വല്പം ചേർത്തിടുക. അപ്പം നല്ല ടേസ്റ്റി ആവും. ആവശ്യത്തിന് മധുരം എല്ലാം ആവും. അഞ്ച് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഇറക്കി താഴെ വെക്കട്ടെ. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ക്യാമറമാനെ കൊണ്ട് ഇതൊന്ന് ഇറക്കി താഴെ വെക്കട്ടെ. ഇപ്പോൾ പാവം എടുത്തിരിക്കുന്ന നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. രുചിയുണ്ട്, എരിവും എല്ലാ ആവശ്യത്തിനുണ്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാത്ത ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാൻ മറക്കല്ലേ. പിന്നെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യണം. അപ്പം ഇനി
ഇതുപോലുള്ള വീഡിയോകളുമായി വരുന്ന പോലെ മുട്ടയും പാവും പിന്നെ ഞാനും. ബൈ.